കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മെ വഴി നടത്തിയ ദൈവം, നമ്മുടെ ആവശ്യങ്ങളിൽ കരുതിയ ദൈവം, വീണുപോകാതെ നമ്മെ ഉള്ളംകരത്തിൽ എന്നതുപോലെ താങ്ങിയ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം. എല്ലാ നന്മകൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കർത്താവ് നമ്മുടെ അടുക്കൽ മാറാത്തവനായി തുണ നിന്നതിനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറയാം. ഈ പ്രഭാതത്തിലും നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളുടെ നന്മകൾ നാം പ്രാപിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിരിക്കുന്ന ഒരു ബലം പ്രാപിക്കുവാൻ, നമ്മുടെ ശരീരങ്ങൾ സൗഖ്യമാകുവാൻ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാറ്റിനുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പ, ഓരോ ദിവസവും അവിടുത്തെ ദാനമാണ് കർത്താവേ. ഓരോ ദിവസവും ഞങ്ങൾ അങ്ങയോട് കുറച്ചുകൂടി അടുക്കുവാൻ തക്കവണ്ണം അപ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ദൈവികമായിരിക്കുന്ന എല്ലാ വചനത്തിൻ്റെ നിറവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്ന പരാജയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ജയകരമായൊരു ജീവിതത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് കൂടെ നടക്കുകയും ഞങ്ങളുടെ മുമ്പിൽ നടക്കുകയും ഞങ്ങളുടെ ചുറ്റും ഒരു പരിചയമായിരിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ അങ്ങ് ഞങ്ങളുടെ മഹത്വവാനായ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകരുടെ പ്രാർത്ഥനകൾക്ക് അവിടെ നിന്ന് മറുപടി നൽകി. പലർക്ക് ദൈവമേ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അവർ പ്രാർത്ഥനയിൽ തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളെല്ലാം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യഭാരത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയ കുടുംബങ്ങളിൽ സാമ്പത്തികമായിരിക്കുന്ന നന്മകൾ വരുവാൻ പ്രാർത്ഥിക്കുന്നപ്പച്ച. വരുന്നതെല്ലാം ചോർന്നു പോകുന്നത് പോലെയുള്ള അവസ്ഥ, ചോർച്ചകളെ അവിടെ നിന്ന് ദൈവമേ അടയ്ക്കണമേ കർത്താവേ. കർത്താവേ, ഇവരുടെ അധ്വാന ഫലം മറ്റാരും ദൈവമേ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ഇടവരുത്തരുതേ. അനാവശ്യമായിരിക്കുന്ന ദൈവമേ പാഴ്ചിലവുകൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ, ഉപജീവന മാർഗങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. കൊച്ചുമക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശാരീരികമായിരിക്കുന്ന അനേക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദൈവമേ ചില വാക്കുകൾ കൊണ്ട് മുറിഞ്ഞു പോയിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവർ, ഭിന്നതകളും കലഹങ്ങളും തെറ്റിദ്ധാരണയും സംശയത്താലും സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ കർത്താവേ, സഹോദരങ്ങളെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അവിടെ നള്ളി ചെയ്യുന്നതിനായി നന്ദി. ദൈവമേ, ആരെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും ആരെല്ലാം ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും കർത്താവ് ഉള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഉറപ്പ് ചില സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച. ദൈവമേ, രമ എന്നൊരു സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കർത്താവെ തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളെ നൽകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നപ്പ. ഈ വിഷയത്തിലുള്ള അവരുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഈ 2024 തന്നെ ഒരു മറുപടി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഷൈനി സിസ്റ്ററിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ സാമ്പത്തികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് ദൈവമേ കരുതണമേ, വലിയ കരുതലുകളെ അയക്കണമേ. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കയില്ലയോ എന്നള്ളി ചെയ്ത കർത്താവിൻ്റെ അനുഗ്രഹ വചനം ദൈവമേ ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലവും
ദൈവമേ, വിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ കടന്നു പോകുന്ന എല്ലാ ചാലഞ്ചസും ദൈവമേ ജയത്തോടെ നേരിടുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ. മാനസികമായിരിക്കുന്ന എല്ലാ പിരിമുറുക്കങ്ങൾ മാറിപ്പോകട്ടെ. ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഫീസിനെ കുറിച്ചുള്ള ആശങ്കകൾ, പാർപ്പിടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ഞങ്ങൾ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശിഷ്യന്മാരെ അവിടെ നയിക്കുമ്പോൾ അവർക്ക് ദൈവമേ രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഒക്കെ അധികാരം കൊടുത്തു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ കർത്താവെ അടുത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, ഈ പ്രാർത്ഥിക്കുന്നവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അധികാരത്തോടുകൂടി പ്രാർത്ഥിച്ച് അവരുടെ ഭവനത്തിലെ ഇരുട്ടിൻ്റെ ശക്തികളെ പുറത്താക്കി ദൈവമേ സൗഖ്യമാക്കുവാനും വിടുതൽ കൊടുക്കുവാനും ഈ പ്രിയപ്പെട്ട മക്കളിൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്ന് ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ അഭിഷേകത്തിൽ ഒരു പടി കൂടി ദിവസങ്ങളിൽ ഉയരട്ടെ കർത്താവെ. ദൈവിക ശുശ്രൂഷകളിൽ അവർ അടുത്ത് വരട്ടപ്പ. ആത്മാവിൻ്റെ ഫലത്താലും വരത്താലും അവർ നിറയപ്പെടട്ടെ. അവർ ആയിരിക്കുന്ന ദേശങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുവാൻ അവരെ അങ്ങ് തെരഞ്ഞെടുത്തൊരു പാത്രമെന്നൊരു ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിൽ ഉയരുന്ന സ്തുതിയും ആരാധനയും ആ ദേശത്തിൻ്റെ അന്തരീക്ഷത്തിന് വലിയ വ്യത്യാസം വരുവാൻ കാരണമായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പകൽക്കാലവും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിനും ഒരു കാലമുണ്ട്. സ്നേഹിക്കുവാനൊരു കാലം, നടുവാനൊരു കാലം, വിതയ്ക്കുവാനൊരു കാലം, കൊയ്യുവാനൊരു കാലം, സമാധാനത്തിനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, നടുവാനൊരു കാലം, പറിക്കുവാനൊരു കാലം. അങ്ങനെ എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനിയായിരിക്കുന്ന ശലോമോനാണ് ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ശലോമോന് ഈ ലോകത്തിലെ സകലതിനെക്കുറിച്ചും ദൈവം പ്രത്യേകമായിരിക്കുന്നൊരു ജ്ഞാനവും വിവേകവും കൊടുത്തു. ശലോമോൻ എല്ലാം സമ്പാദിച്ചു, സ്വത്ത് സമ്പാദിച്ചു, അനവധിയായിരിക്കുന്ന ഏറ്റവും മനോഹര വസ്തുക്കൾ എന്തെല്ലാം ഈ ഭൂമിയിൽ സമ്പാദിക്കാൻ പറ്റുമോ അതെല്ലാം സമ്പാദിച്ച വ്യക്തിയായിരുന്നു ശലോമോൻ. അതിൻ്റെ എല്ലാം ഒടുവിൽ എഴുതുകയാണ്: എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ജയിപ്പാനൊരു കാലം, തോൽക്കുവാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യുവാനൊരു കാലം. അതുകൊണ്ട് നമ്മൾ മാനുഷികമായി അധികം അധ്വാനിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരേ കാലമല്ല. ഒരു വർഷത്തിൽ മഞ്ഞും മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്നത് പോലെ, വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും എല്ലാം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ എന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല. സങ്കടങ്ങൾ എല്ലാ കാലത്തും തുടരുകയില്ല. ഒരു സങ്കടമുണ്ടെങ്കിൽ അതിനപ്പുറം ദൈവം ഒരു സന്തോഷത്തെയും വച്ചിരിക്കുന്നു. കഷ്ടതയുടെ ഒരു കാലമുണ്ടെങ്കിൽ സമൃദ്ധിയുടെ ഒരു കാലത്തെയും ദൈവം വച്ചിരിക്കുന്നു. പരാജയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളുണ്ടെങ്കിൽ ജയത്തിൻ്റെ മറ്റൊരു ദിവസത്തെയും കർത്താവ് വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഏതവസ്ഥയിൽ കൂടി കടന്നു പോയാലും ആ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ വചനത്തിൽ പറയുന്നത് പോലെ അതിന് ഒരു മറുപുറമുണ്ട്. ഒരു നാണയത്തിന് മറ്റൊരു വശമുള്ളതുപോലെ, രാത്രിക്ക് പകലുള്ളതുപോലെ, സൂര്യൻ അസ്തമിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ നിശ്ചയമായും ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ഈ അവസ്ഥകൾ മാറും. അതുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും നിങ്ങൾ വെടിയാതിരിക്കുക. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ഒരു പ്രതിഫലം നിശ്ചയമായും ഉണ്ട്. ഇന്നത്തെ അവസ്ഥകൾ മാറി നന്മയുടെ, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.